ഹലോ, എന്താണ് ഇതെന്താ രാവിലെ കരിക്കാണ് എന്നും ഭക്ഷണം? ഹേയ് അല്ല, ഇവിടെ വന്ന് പോസ്റ്റായിട്ട് കുറച്ചു നേരമായി. ഒരു പരീക്ഷയ്ക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാ. ഇയാളിപ്പോഴും കോളേജിൽ പഠിക്കാണോ? ഇത് പുതിയ അറിവാണല്ലോ. ഇതങ്ങനെ വർഷാവസാനമുള്ള പരീക്ഷയല്ല. ഇറ്റ്സ് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം. You know, it's the first step to attain many jobs like IAS and IPS, a doorway to Indian administration to serve and protect people. എന്റെ അമ്മ തീവണ്ടിക്ക് തലവെച്ച പോലെയല്ലോ. കേട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. സത്യത്തില് എനിക്കോ പരീക്ഷ എഴുതാനായിരുന്നു ആഗ്രഹം. പിന്നെന്താ പറ്റി? അത് കുഞ്ഞിലെ ഈ 2ലും 3ലൊക്കെ പഠിക്കുമ്പോഴേ പിന്നെ താല്പര്യമൊക്കെ അങ്ങ് പോയി. പിന്നെ അമ്മയെ സഹായിക്കാൻ തുടങ്ങി അല്ലേ? ഇയാള് കരിക്കൂടുക്കി ഒരു 5-6 കൂടി വാങ്ങിക്കട്ടാ, ശരീരത്തിനല്ല. ഞാനെന്താ കച്ചവടം തുടങ്ങാൻ പോകുന്നു? നടന്ന് ക്ഷീണിച്ചപ്പോ ഒരെണ്ണം വാങ്ങിച്ചെന്നേ ഉള്ളൂ. എന്നാ പാഴ്സൽ എടുക്കാൻ പറയാം. എക്സാം സെന്ററിലേക്കാ? എന്താ വേണ്ട അല്ലേ? വേണ്ട. ഏട്ടൻ അമ്മ വിളിച്ചായിരുന്നോ? അയ്യോ, ഞാനതങ്ങ് മറന്നു. ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി ഏട്ട വിളിച്ചേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നടക്കാൻ പോവാ. എന്താടി? അർജുനേട്ടന്റെ കാര്യത്തിൽ അമ്മ കോംപ്രമൈസിന് തയ്യാറാണെന്ന്. എന്റെ ഭാവിക്കും ജീവിതത്തിനും വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാന്ന്. സത്യം ഏട്ടാ. കോംപ്രമൈസ് സംസാരിക്കാൻ അമ്മതാ ഇപ്പൊ അർജുനേട്ടന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ഏട്ടനെ കൂട്ടി പോകണമെന്നായിരുന്നു അമ്മയ്ക്ക്. ഏട്ടൻ വൈകിയപ്പോ അമ്മ തന്നെ ഇറങ്ങി. ഏട്ടന് മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കഷ്ടമായില്ലോടി. സാരമില്ല, അവിടേക്ക് ഏട്ടനും കൂടി ഒന്ന് ചെല്ലേട്ടാ, എന്റെ ഒരു വിശ്വാസത്തിന്. ഞാനിപ്പോ ചെല്ലാം. ശരി ഏട്ടാ. വെക്കല്ലേ. എന്താട്ടാ? അതെ, ഇത് കഴിയുമ്പോ ഞങ്ങളുടെ റൂട്ട് കൂടി ഒന്ന് ക്ലിയർ ആക്കി തരണേ. അമ്മയുടെ അടുത്ത് നീ പറയണം എന്റെ ശാലിയുടെ കേസ്, മനസ്സിലായ? ഉറപ്പായിട്ടും ഏട്ടാ. പിന്നെ ഒടുക്കം പാലം കടന്നു കഴിഞ്ഞ് കാല് മാറരുതേ. ഇല്ല ഏട്ടാ. എന്താ വെച്ചോ, ഞാനിതേ ഇപ്പൊ തന്നെ അർജുന്റെ വീട്ടിലേക്ക് പുറപ്പെടാം. ശരി. എന്താ ഇതൊക്കെ? കണ്ടാൽ അറിഞ്ഞൂടെ, ഇത് ചിത്ര പെണ്ണാണാൻ വന്നവരാ. എന്നിട്ട് ഞാൻ അറിയാതെയാണോ ഇതൊക്കെ നടക്കുന്നത്? നിനക്കതിന് എവിടുന്ന സമയം ആ പ്രീതിയുടെ പിന്നാലെ നടക്കാനല്ലാതെ? വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കില്ലല്ലോ. കഴിയുമെങ്കിൽ എന്റെ പൊന്നുമോനൊരു സഹായം ചെയ്യണം. ഇവരുടെ കൂടെ അല്പനേരം ഇവിടെ ഒന്ന് ഇരുന്നു കൊടുക്കണം. ആണുങ്ങളായിട്ട് ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാ. ഇവനാണ് അർജുൻ, ചിത്രയുടെ ചേട്ടനാ, വക്കീല. ഹലോ, നമസ്കാരം. പിന്നെ കാര്യങ്ങൾ തുറന്നങ്ങ് പറയാം. യവന് കുട്ടിയെ ബോധിച്ചു. ഇനി ജാതകങ്ങൾ നോക്കിയാ മതി. സന്തോഷം, അതിനുള്ള ഏർപ്പാട് ചെയ്യാം. പെൺകുട്ടിയെ മാത്രമല്ല ആൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടായി. എന്താ, അങ്ങനെയല്ലേ? അതെ. ഇനി നമ്മൾ അർജുൻ വക്കീലിന് അങ്ങോട്ട് വരാൻ കൂടി ഒരു ദിവസം നിശ്ചയിക്കണം. അയ്യോ, എന്റെ ഒഴിവ് നോക്കിയിരുന്ന വൈകും. അമ്മയും മറ്റു ബന്ധുക്കളും കൂടി ഏറ്റവും അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരട്ടെ. സമയം ഒക്കുവാണെങ്കിൽ ഞാനും അങ്ങോട്ട് വരാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, വക്കീല് വരണം. അപ്പോഴല്ലേ പെണ്ണിനെ നേരിട്ട് കാണാൻ പറ്റൂ. അതിന് അമ്മയും ബന്ധുക്കളും മാത്രം പോരല്ലോ. പെണ്ണിനെ കാണാൻ? അതെ, ഈ ചിത്ര രഘു കല്യാണം കഴിക്കുമ്പോ ഇവന്റെ പെങ്ങൾ മീരയെ അർജുൻ വിവാഹം കഴിക്കണം. അതായിരുന്നു ധാരണ. ഒരു മാറ്റക്കല്യാണത്തിനെ താല്പര്യമുള്ളൂന്ന് ഞങ്ങൾ വസുമതിയോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിതൊന്നും പറഞ്ഞ കാര്യമല്ല. ഇത് ഭീഷണിയല്ല വസുമതി, നടക്കാൻ പോകുന്ന കാര്യം നേരിട്ടങ്ങ് പറഞ്ഞതാ.
നാട്ടുകാരുടെ മൊത്തം തർക്കം തീർപ്പാക്കുന്നവളാ ഈ സത്യഭാമ. അപ്പൊ പിന്നെ പ്രശ്നം സ്വന്തം മകൾക്കാണെങ്കിൽ സർവായുധങ്ങളും സംഭരിക്കും ഈ സത്യഭാമ. ചോരപ്പുഴ ഇവിടെ ഒഴുകുമെന്നർത്ഥം. പുഴ ഒഴുക്കുന്നതൊക്കെ അവിടെ. നിങ്ങൾ പലിശയ്ക്ക് പണം കൊടുത്തിരിക്കുന്നവരുടെ അടുത്ത് മതി. ഇവിടെ അത് ചെലവാകില്ല സത്യഭാമേ. ഇവിടെ വസുമതി നിശ്ചയിക്കുന്നതേ നടക്കൂ. എന്ത് വില കൊടുത്തും അർജുന്റെ ഈ ബന്ധം ഞാൻ നടത്തിയിരിക്കും. ഇവിടെ വെച്ച് വെല്ലുവിളിക്കാൻ ഞാൻ. അമ്മേ, എന്റെ മകൾ ജീവിച്ചിരിക്കുമ്പോഴോ? പകൽക്കിനാവ് കാണണ്ട വസുമതി. നടക്കില്ലത്. നടക്കും സത്യഭാമേ. നടന്നിരിക്കൂ ഇത്. ഒന്നിനും കൊള്ളാത്തവളെന്ന് ഒരു പെണ്ണിനെ പറ്റി തോന്നുമ്പോഴാ ഒരു പുരുഷൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത്. കരഞ്ഞും കെഞ്ചി യാചിച്ചും പിന്നെ അവന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ അവളെ നിനക്കും വേണ്ടെന്നാണെങ്കി കൊണ്ടുവന്ന് തള്ളേണ്ട സ്ഥലം ഇതല്ല. ഏതെങ്കിലും കിണറോ കായലോ അന്വേഷിക്ക്. അതും അല്ലെങ്കിൽ വല്ല റെയിൽവേ ട്രാക്കിലും കൊണ്ട് തള്ളിയാലും മതി. എന്തു പറഞ്ഞുടി? നമ്മുടെ പ്രീതിയെ പറ്റി അവള് പറഞ്ഞത് കേട്ടില്ലേ നീ? നമുക്ക് വഴിയുണ്ടാക്കാം. അമ്മ തൽക്കാലം ഒന്ന് അടങ്ങ്. ഇതുപോലെ കടിക്കുന്ന ഇനങ്ങളെ തുടലഴിച്ച് വിടാതെ വീട്ടിൽ കൊണ്ടേ പൂട്ടിയിട. അമ്മയെ ഞാൻ പിടിച്ചു നിർത്തിയതേ നിങ്ങളെ പേടിച്ചിട്ടല്ല. അർജുനെ നിങ്ങൾ പ്രസവിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിലാ. പക്ഷെ എന്റെ അമ്മയോ അനിയത്തിയെ പറ്റിയിട്ട് ഇനി ഒരു അക്ഷര നാവിന്ന് വീണ അതിന് ചുറ്റും ഇനി പല്ലുണ്ടാവില്ല. വിഷ്ണു, അതെ വിഷ്ണു, എന്റെ തൊഴിലെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക്. വാമേ, നമുക്ക് പോവാം. നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും വക്കീലെ. കുറിച്ചു വെച്ചോ. സത്യഭാമ പറയുന്ന വാക്കാ ഇത്. ഓടിപ്പാഞ്ഞുള്ള ഈ വരവ് ഭർത്താവിന്റെ വിശേഷം അറിയാനായിരിക്കും. എന്നാ കേട്ടോ, ഇന്ന് ഈ നിമിഷം മുതൽ അവൻ നിന്റെ ഭർത്താവല്ല. അവൻ നിന്റെ ശത്രുവാ. ആ ജന്മ ശത്രു. നീയും അർജുനും ഒന്നിക്കാൻ ഞാനാണ് തടസ്സമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പലപ്പോഴും കുത്തുവാക്കുകൾ കൊണ്ട് നീ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാ പിന്നെ നിന്നെ അർജുനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആ വീട്ടിലേക്ക് പോയത്. പോയപ്പോ എനിക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. ഭാര്യയോടൊപ്പം സുഖമായും സന്തോഷമായും ജീവിക്കാൻ തന്നെ അവനും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഭാര്യ നീ അല്ലെന്ന് മാത്രം. ഇനിയും ഞാൻ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നിന്റെ ഏട്ടനോട് തന്നെ ചോദിച്ചു നോക്ക്. അവൻ പറയ എന്താ അവിടെ നടന്നേന്ന്. അതെ രാഘവേട്ട, മറ്റൊരു പെൺവീട്ടുകാരുമായുള്ള അവന്റെ കല്യാണാലോചനയ്ക്കിടയിലേക്കാ ഞാൻ ചെന്ന് കയറിയത്. കണ്ടിട്ടെ എന്റെ നെഞ്ച് തകർന്നു. ഈ പൊട്ടി പെണ്ണിവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോ അവൻ പുതിയ പെണ്ണ് ആലോചിക്കുകയാണല്ലോ എന്ന്. അതെങ്ങനെയാ ഭാമേ? ഈ ബന്ധം വിരിയാതെ അയാൾക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ? വക്കീലായതുകൊണ്ട് എളുപ്പത്തിൽ ഡിവോഴ്സ് കിട്ടാനുള്ള വഴിയൊക്കെ അവൻ അറിയാമെന്ന്. ആദ്യം പറഞ്ഞു കേട്ടപ്പോ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ നേരിട്ട് കണ്ടു. ഒന്നാം തരം ഒരു കുറുക്കനവൻ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അർജുനേട്ടനെ കൂടാതെ ഒരു ജീവിതമില്ലെന്നല്ലേ നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രീതിയെ കൂടാതെ അവനൊരു ജീവിതമുണ്ട്. എന്ത് വട്ടപ്പാട്. ചക്രവർത്തിനി നിനക്കു ഞാൻ അത് വേണ്ട. ചക്രവർത്തിനിയുടെ ക്രാപ്രശ്നാവും വേറെന്താ ഹൃദയ സരസില്ലേ.
ഹൃദയത്തിന്റെ പ്രശ്നാവും. ശ്ശെ. ഈ കുന്തം. ശ്ശെ. ആശാനെ നീയേ പോയെ 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 പോയെ. മനുഷ്യരുടെ സമാനത്തോടെ പ്രേമലേഖനം എഴുതാനും സമ്മതിക്കില്ല. എന്തോ ആശാനെ, എന്താ ആശാനെ ഒരു മനുഷ്യപ്പറ്റില്ലാതെ കുറെ ദിവസം കഴിഞ്ഞ് കാണുകയല്ലേ. അതെ, എത്ര നാളായാലും ഞാനിവിടെ അത്യാവശ്യം ജോലിയില്ല. പിന്നെ കാണാം. പോയെ 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 പോയെ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ആ ഏയ് ഡേ ഡേ ഡേ. അല്ലെങ്കിൽ വേണ്ട, നീങ്ങ വന്ന് ഇങ്ങ വാ. നിന്നെ കൊണ്ടൊരു കാര്യമുണ്ടോ എന്ന് നോക്കട്ടെ. കൊല്ലാനാണോ വളർത്താനാണോ? എടാ അതെ, നിനക്ക് ഈ ഹൃദയത്തിന്റെ വള്ളി എവിടെയാന്നറിയോ? ഹൃദയത്തിന്റെ വള്ളിയോ? ആ ഈ ഹായോട് ചേർന്നിട്ട് അത് മുകളിലാണോ താഴെയാണോന്നാണ് ഒരു സംശയം. അത് വല്ല ഡോക്ടർമാരോടും ചോദിക്കാം ആശാനെ. ഡോക്ടറിന്റെ പോടാ. എടാ, ഈ ചക്രവർത്തിനിയുടെ ക്രായ എവിടെയാ? ഷടാ, മുറിയടച്ചിരുന്നാല് ആൾക്കാർക്ക് വട്ടാവും. എടാ വട്ടും ഉണ്ടാക്കൊന്നുമല്ല. എടാ ഞാൻ പറഞ്ഞില്ലേ, കുറെ നേരമായിട്ട് ഞാനൊരു പ്രേമലേഖനം എഴുതാനുള്ള പ്രയത്നത്തിലാ. പക്ഷെ അതങ്ങോട്ട് ശരിയായി വരുന്നില്ലടാ. ആഹാ, ഇതാണോ ഇത്ര വലിയ അത്യാവശ്യ കാര്യം? പ്രേമലേഖനമൊക്കെ ചീള് കേസല്ലേ. അല്ല, ആർക്കാ ആശാനെ പ്രേമലേഖനം? സുസ്മിതയ്ക്കാണോ? നീ ഒന്ന് കുനിഞ്ഞേ, ഒന്ന് കുനിഞ്ഞേ. ദേ കുനിഞ്ഞ്. അയ്യോ 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 അയ്യോ. ഇനി നീ പറഞ്ഞോ. പുറം മാനാഞ്ചിറ മൈതാനായി ആശാനെ. ഇപ്പൊ നിന്റെ സംശയമൊക്കെ മാറിയല്ലോ. മാറി ആശാനെ, മാറി ആശാനെ. ലെറ്റർ ശാലിനി അടുത്തേക്കാണ്. ആശാൻ അക്ഷരം അറിയാത്തോണ്ട് എഴുതാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. നിനക്ക് ഇനിയും കുനിയണോ? വേണ്ട ആശാനെ, മനസ്സിലായി. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഞാൻ. അല്ല, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയല്ലേ? വൺ വേ ടിക്കറ്റ് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല എന്നുള്ള അവസ്ഥ. വിഷമിക്കണ്ട ആശാനെ, ഈ ലെറ്റർ നമുക്ക് പൊളിച്ചു കളയാം. അതോടെ വീണോളൂ മേടത്തിയമ്മ. വീഴ്ത്തണം. നീ വേണം അതിനെന്നെ സഹായിക്കാൻ. ഏറ്റാശാനെ, അതല്ലേ എന്റെ ജോലി. എന്നായിരിക്കും വന്നെഴുതി തുടങ്ങിക്കോ. എന്നാ പേന, എന്നാ പേന എടുക്ക. പറഞ്ഞു ആശാനെ, ഞാൻ റെഡിയാ. അതെ, നമ്മക്ക് ഏതെങ്കിലും സിനിമാ പാട്ട് മോഷ്ടിച്ചു തുടങ്ങിയാലോ? അതൊക്കെ ആകെ കുഴപ്പാവും ആശാനെ. സത്യം പറഞ്ഞ ഇപ്പൊ അങ്ങനെ ആരും ലവ് ലെറ്റർ ഒന്നും എഴുതാറില്ല. ന്യൂജൻ കളി മുഴുവൻ സ്മാർട്ട് ഫോൺ വെച്ചല്ലേ, ഒപ്പം സൂപ്പർ ഫാസ്റ്റും. അതെങ്ങനെയാടാ? എനിക്ക് നിന്നോട് ലവ്വാ. നിനക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. യെസ് ഓർ നോ പറ പെട്ടെന്ന്. അതൊന്നും വേണ്ട. അവൾക്ക് നോന്നും സൗകര്യം ഇല്ലെന്നും പറഞ്ഞല്ലോ, അതാണ് എന്നെ. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ അവളെ വീഴ്ത്തുന്ന എന്തെങ്കിലും സംഗതി ലെറ്ററിലുണ്ടായാലേ പറ്റുള്ളൂ. എന്നത് ചീള് ഭയങ്കരമായിട്ടും തോന്നരുത്. അതിനൊറ്റ വഴിയുള്ള ആശാനെ. ആശാന്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ നേരെ അങ്ങ് എഴുതി പിടിപ്പിച്ചു. ഹൃദയവും വള്ളിക്കെട്ടൊന്നും നോക്കേ വേണ്ട. പോരട്ടെ മനസ്സിൽ നിന്നിങ്ങോട്ട്. പറഞ്ഞു ആശാനെ, ആശാന്റെ പ്രേമം എങ്ങനെയാണെന്ന്.
എന്താ ഇത്? പ്രേമലേഖനമാണ് അല്ലേ? വിഷ്ണു പറയുന്നത് ദാസൻ എഴുതി കൊടുക്കുന്നു. ഞാനല്ല. അത് പിന്നെ ആശാനെ ഞാൻ പിന്നെ ഇത്രയും നാള് നീ എന്നെ കബളിപ്പിക്കായിരുന്നു അല്ലേടാ? നിനക്കിതെന്നോട് നേരത്തെ പറയാമായിരുന്നു. സുസ്മിതയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. അത് ഒന്നും പറയണ്ട. സുസ്മിതയോട് ഇത്രയും ഇഷ്ടം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്തിനാ നീ അവളോട് പരിക്കനായി പെരുമാറുന്നത്? അവളെ നീ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. നിനക്ക് അവളോട് ശരിക്കും ഇഷ്ടമുണ്ടോന്ന് വരെ അവൾ എന്നോട് സംശയം ചോദിച്ചു. നിന്റെ മനസ്സ് നിറയെ അവളാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഏതായാലും ഇനി നമുക്ക് ഈ ഒളിച്ചുകളി വേണ്ട. അതെ, നേരിട്ട് പ്രകടിപ്പിക്കാത്ത ഇഷ്ടം കുടത്തിനടിയിൽ കത്തിച്ചു വച്ച വിളക്ക് പോലെയാണ്. മറ്റാർക്കും കാണാൻ പറ്റില്ല. മാത്രല്ല പെട്ടെന്ന് അത് അണഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നേരിട്ട് തന്നെ ഇനി നീ അവളെ അകമഴിഞ്ഞ് ഇഷ്ടപ്പെടണം. അത് കണ്ടിട്ട് വേണം ഞങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ. ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത സുസ്മിതയോട് ഞാനിത് പറയുന്നുണ്ട്. നോക്കിക്കോ, ഇതറിഞ്ഞ് അവള് പാഞ്ഞെത്തും നാളെ തന്നെ. എടാ, ഇനി നിന്റെ അവളുടെയും റൊമാൻസ് വേണം ഞങ്ങൾക്ക് കാണാൻ. അമ്മേ, എണീക്ക്, നമുക്ക് ആഹാരം കഴിക്കാം. എങ്ങോട്ടായി ഓടി പോന്നെ? അമ്മ ഇങ്ങോട്ട് വന്നേ. പനിയുടെ ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഗുളിക വേണ്ട. അത് തീരുമാനിക്കേണ്ടതേ ഞങ്ങളാ. തുറിച്ചു നോക്കണ്ട. എനിക്കും കുഞ്ഞേച്ചിക്കൊക്കെ അസുഖം വരുമ്പോ അമ്മ പറയുന്ന ഡയലോഗാ ഇത്. അസുഖക്കാരി നോക്കാൻ നിൽക്കുന്നവര് പറഞ്ഞാൽ അനുസരിക്കണമെന്ന്. കറക്റ്റ്. നമ്മുടേതേ ഒരു ജനാധിപത്യ രാജ്യം. ഒരു നിയമം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ബാധകം. പിന്നെ ഇവിടെ ഇപ്പൊ അസുഖമുള്ള ശാരദാമ്മ ആദ്യം ആഹാരം കഴിക്കുന്നു, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മരുന്നു. ആദ്യം അമ്മ ഇവിടെ വന്നിരിക്കെ. വാ, എന്നെ തൊടണ്ട നീ. ഇങ്ങോട്ട് വാ അമ്മേ, ഇരിക്കെ. വിടാനല്ലേ പറഞ്ഞത്? ദേ, ബലം പിടിക്കല്ലേ, ആഹാരം താഴെ പോവും. പിന്നെ കഴുകാനും തുടയ്ക്കാനും ഒക്കെ ഭയങ്കര മെനക്കേടാ. എന്നെ തൊടണ്ട നീ. മിണ്ടും വേണ്ട. എവിടെയെന്ന് വെച്ചാ പോയി ജീവിച്ചോ. പണ്ടേ പറഞ്ഞതല്ലേ, രണ്ടുപേരെ പ്രസവിച്ചുള്ളൂ എന്ന് ഞാൻ കരുതിക്കോളാം. എടി വിടറി. എടി വിടാൻ. വിടാൻ അങ്ങോട്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും ഈ കേസിൽ താൻ പിടികൊടുക്കരുത്. എന്തെങ്കിലും ചികഞ്ഞും മാന്തിയും ഒക്കെ പോലീസ് തന്റെ അടുത്തെത്തിയാലും എന്റെ പേര് വെളിയിൽ വരരുതെന്ന അർത്ഥം. അവളെ വേറൊരുത്തൻ പ്രേമിക്കുന്നുണ്ടായിരുന്നുവെന്നും തെറ്റിപ്പിരിഞ്ഞപ്പോ പ്രതികാരം എന്ന നിലയിൽ ജസ്റ്റിനെ ഈ ജോലി ഏൽപ്പിച്ചതാണെന്നുമേ പറയാവൂ. അതോടെ അവളെ അവൻ വെറുത്തോളും. ജീവനും ജീവിതവും ആരോഗ്യവും എല്ലാം തകർന്ന് പ്രീതിയുടെ മരണമായിരിക്കും. പിന്നെ ജീവച്ഛവമായി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവള് ഒരു മുഴം കയറിലോ ഒരു ബ്ലേഡിലോ ജീവിതം അവസാനിപ്പിച്ചോളും. അത് കഴിഞ്ഞാലേ എനിക്കെന്റെ മകനെ തിരിച്ചു കിട്ടൂ. അതിനുവേണ്ടി ആരെങ്കിലും കൊന്നെന്ന പാപം ഈ വസുമതിക്ക് വേണ്ട.
വക്കീലിനോട് കൂറും കിടപ്പാടുള്ളതുകൊണ്ടാ ഞാനിതിവിടെ ഒന്ന് പറയുന്നേ. ബസുമതി കുഞ്ഞമ്മ പറഞ്ഞ പോലെ വേറെയും കൊട്ടേഷൻകാർ ഇഷ്ടം പോലെയുണ്ട്. ഈ നാട്ടിലല്ലെങ്കിൽ വേറെ നാട്ടില്. അവരാരെങ്കിലും ഒന്ന് ഈ പണി ഏറ്റെടുത്താ ജസ്റ്റിനെ കുറ്റം പറയില്ലേ വക്കീലേ? ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ തന്നെ ഇതിവിടെ ഒന്ന് പറഞ്ഞെന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. നമ്മുടെ തൊഴിലിന് നിരക്കാത്ത പരിപാടിയത്. എന്നാ ഞങ്ങളങ്ങ് പോയേക്കോ വക്കീലേ. ഭാര്യ കൊച്ചിനോടൊന്ന് സൂക്ഷിച്ചോളം പറയണം. പണ്ട് വക്കീലിന്റെ അടുത്ത് കേസ് പറയാൻ വരുമ്പോ ഒരു കപ്പ് ചായ വാങ്ങി കുടിച്ചതിന്റെ നന്ദി ഞങ്ങൾക്ക് ആ കൊച്ചിനോടും ഉണ്ട്. അതായി കൊട്ടേഷൻ ഞങ്ങൾ എടുക്കാത്തത്. അപ്പൊ ശരി, ഞങ്ങളങ്ങ് വിടുവാ. ഇങ്ങനെയാ ഐശ്വര്യമുള്ള വീട്ടമോൻ. പണ്ട് എന്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. കള്ളെന്ന് കേട്ടാലേ കലിയ. അങ്ങനെയുള്ള ഒന്നിനെ ഭൂമിക്ക് മീതെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിറങ്ങി ഓടിയെന്ന് അവിടെ ഇറങ്ങി ഓടി തള്ളിക്കളഞ്ഞ്. പക്ഷേ കുടി കൂടിയിട്ട് അച്ചാമ്മ കോശിച്ചതിനെ കളഞ്ഞിട്ട് പോയെന്നാണല്ലോ നാട്ടുകാര് പറയുന്നത്. അതാണ് ശരി. പോയി ഞാൻ തന്നെ എടുത്ത് കിണറ്റിടാൻ വേണ്ടി ഇരുന്നതാ. അതിനു മുമ്പ് അവളങ്ങ് പോയി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നല്ല അച്ചാറ് ഇതെനിക്ക് വേണം. പിന്നെന്താ, ഇവിടുത്തെ അച്ചാർ മുഴുവൻ കോശിച്ചാനുള്ളതല്ലേ? നിങ്ങൾ 50 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ തന്നെ അച്ചാറ് കുറെ നമ്മൾ സ്റ്റോക്ക് ചെയ്തതാ. അത് പിന്നെ ഇതുപോലൊരു നല്ലൊരു കാര്യത്തിനായതുകൊണ്ടാ. അത് പിന്നെ ആ ഭൂമി കുറെ നാളായിട്ട് വെറുതെ കിടക്കുകയല്ലേ, ആർക്കും പ്രയോജനമില്ല. പിന്നെ മുമ്പൊരിക്കൽ കുരിശുപള്ളി പണിയാൻ വേണ്ടി ഇടവക വികാരിയാ സ്ഥലം ചോദിച്ചതാ. എന്റെ പട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ. പള്ളിയാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്കല്ലേ അത് ഉപകരിക്കൂ. കള്ളി ഷാപ്പാവുമ്പോ എല്ലാ മതവിഭാഗക്കാർക്കും അവിടെ വന്ന് നമസ്കരിക്കാമല്ലോ. ഞാനൊരു മതേതര ചിന്താഗതിക്കാരനാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. കോശിച്ചായ മതിയായിരുന്നു നമ്മളെ പ്രധാനമന്ത്രിയായിട്ട്. എന്തിന് മെനക്കേട്? നമുക്ക് ഈ ബാറിൽ കയറി ഇറങ്ങി ആട്ടോയിൽ ഇറങ്ങിയുള്ള ആ സുഖം പോകൂലേ? വന്നവളാ അത് ശാലിനി. ചേട്ടാ, ഈ നരുന്താണോ നീ പറഞ്ഞ ബിൽഡപ്പ് വെച്ച്? ഞാനൊരു ഭൂലാന്തേവിയുടെ ഫിഗറാ ഉദ്ദേശിച്ചത്. ഇവളൊരു ചെറുവിരലിന്റെ അത്ര അല്ലേ ഉള്ളൂ. ഫിഗർ ചെറുതാണെങ്കിലും ആള് ടെററാ മുതലാളി. നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അയ്യോ,
എന്ത് കണ്ടോണ്ടാ നിൽക്കുന്നത്? നിന്റെ സ്ഥലമല്ലേ, പോയി തടയ ബാലകളെ. എന്ന് തോന്നിയ ദിവസമായിട്ട് നീ കാണിക്കുന്നത്? നിനക്കൊക്കെ പിഴുതറിയാനേ ഇത് സർക്കാരിന്റെ സർവേക്കാലല്ല. എന്റെ ചേച്ചി കാശ് എണ്ണി കൊടുത്ത് വാങ്ങുന്ന ഭൂമിയിൽ അടിക്കുന്ന കുറ്റിയാ, മനസ്സിലായോ? തോന്നിയാസം കാണിക്കുന്നതേ നീയൊക്കെ. കുടുംബശ്രീക്ക് മുന്നിൽ ഇയാളെയും കൂട്ടി കള്ളും കള്ളച്ചാരായം ഒഴുക്കാൻ ഈ ശാലിനിക്ക് ജീവനുള്ളപ്പോ സമ്മതിച്ചു തരില്ല. പണി ഇരന്ന് വാങ്ങാൻ നിൽക്കാതെ ഈ ജോലിക്കാരെ വിളിച്ചോണ്ട് പെട്ടെന്ന് പോ ബാലേന്ദ്ര. ശാലിനി, പെണ്ണിന്റെ മേലെ കൈവച്ചൊന്നൊരു ചീത്ത പേരെ ബാലേന്ദ്രൻ ഇല്ലാതുള്ളൂ. അത് നീയായിട്ട് സംഭവിച്ചു തരരുത്. നിർത്തണ നിന്റെ സംസാരം. അയ്യോ ഈശ്വര, എന്റെ ദേഹത്ത് നീ കൈവച്ച ഈ കുറ്റി ശാലിനി പിഴുത ദൂരെ കളയല്ല, നിന്റെ നെഞ്ചത്ത് കുത്തി ഇറക്കുക ചെയ്യാൻ പോകുന്നത്. ശാലിനി ഇങ്ങോട്ട് വരാൻ ഇല്ലമ്മേ. ഇതിവിടെ നടക്കാൻ പാടില്ല, സമ്മതിക്കില്ല ഞാൻ. അതെന്ത് ന്യായമാ കൊച്ചേ? ഇയാള് വാങ്ങിക്കാൻ പോന്ന സ്ഥലം അയാളുടെ കുറ്റിയടിക്ക് പുല്ല് പറിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതിന് നിനക്കെന്താ? താൻ മിണ്ടിപ്പോരുത്. നാട്ടുകാരെ കുടിപ്പിച്ചു കിടത്തി മാത്രമല്ലേ താൻ ശീലിച്ചിട്ടുള്ളൂ. അത് പക്ഷേ ഈ കുടുംബശ്രീക്ക് മുന്നിൽ നടക്കില്ല ആന്റപ്പ മുതലാളി. ഇതേ സ്ഥലം വേറെയാ, കളി ഞങ്ങളെടുത്തെടുക്കരുത്. നടക്കില്ലെന്നൊക്കെ പറയാൻ കൊച്ചിനെന്താ അധികാരമെന്നാ ഞാൻ ചോദിക്കുന്നത്. കൊച്ചു പോലീസും കോടതി ഒന്നും അല്ലല്ലോ ഇങ്ങനെ തടസ്സം പറയാൻ. അതെ, എന്തിനും ഏതിനും വകുപ്പും ചട്ടമൊക്കെ പറയുന്ന ആളല്ലേ നീ. നീ പോയി പോലീസിനെ കൊണ്ടുവാ, അവര് പറയട്ടെ, അപ്പൊ ഞാനിതൊക്കെ പൂട്ടിക്കെട്ടി കൊണ്ടുപോയിക്കോളാം. ഇതിനെ പോലീസൊന്നും വേണ്ട ബാലേന്ദ്ര, ശാലിനി ഒറ്റയ്ക്ക് മതി. നോക്കിക്കോ, ശാലിനി ജീവിച്ചിരിക്കുമ്പോ നീ ഇവിടെ ഒരു ഷാപ്പ് നടത്തില്ല. ഇത് അടിച്ചും ബേളം വെച്ച് തീർക്കേണ്ട ഒന്നല്ല. ചോദിക്കാനും പറയാനും വേറെ ആളുണ്ടോ നമുക്ക് നോക്കാം. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. സ്ഥലം നിന്റേതായാലും പാപ്പന്റേതായാലും ഇവിടെ നീ ഷോപ്പ് കിട്ടില്ല ബാലേന്ദ്ര. കിട്ടിയോ അത് ഈ ശാലിനിയുടെ ശബ്ദത്തിന്റെ മേലെയായിരിക്കും. കണ്ടില്ലേ, ചില്ലറയൊന്നും അല്ല ഉശിരി. അവള് പറഞ്ഞതാ, നെഞ്ചത്ത് കുത്തുന്ന് പറഞ്ഞ കുത്തും. ചെമ്മീൻ ചാടിയിട്ട് ഒളിമ്പിക്സ് മെഡലൊന്നും വാങ്ങിച്ച ചരിത്രമില്ല ബാലേന്ദ്ര. ഒന്നുകിൽ ചട്ടിയില് അല്ലെങ്കിൽ അടുപ്പില്. നിങ്ങളൊരു അധ്യാപകനായതുകൊണ്ടാണ് ഇത്രയെങ്കിലും മര്യാദ രാജേശ്വരി തരുന്നത്. കാരണം നിങ്ങളിപ്പോ കാൽ ചവിട്ടി നിൽക്കുന്നതേ രാജേശ്വരിയുടെ ഭൂമിയിലാണ്. ഇവിടെ എന്ത് നടത്തണം നടത്തണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഈ ഞാനാണെന്നർത്ഥം. പിന്നെ ഈ നാട്ടുകാരുടെ മൊത്തം കാര്യം പറയാൻ ഇയാളെ ആരും ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. കുടുംബശ്രീയിൽ പോയി കാശ് കൊടുക്കാതെ വല്ലതും കടത്തിന് നക്കുന്നുണ്ടെങ്കിലേ അതിന്റെ നന്ദി അവിടെ മതി. ഇവിടെ രാജേശ്വരിയുടെ മണ്ണിൽ ഒരു പ്രകടനം നടത്തണമെന്നില്ല. അതെ അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സവാദങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ അവകാശമുള്ള ഒരാളെ ഉള്ളൂ. ആളിനെ മനസ്സിലായില്ലേ? ഈ വന്നു നിൽക്കുന്നത് കോശിയ, ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പാപ്പന്റെ മകൻ. അയാള് പറയും എന്താ ഏതാന്ന്. അതല്ലാതെ വേറൊരുത്തനും ഇവിടെ കൽപ്പിക്കാൻ വരണ്ട, സമ്മതിക്കില്ല ഞങ്ങൾ. അല്ലെങ്കിൽ കോശി ചായം പറയട്ടെ, അപ്പ ഇറങ്ങും ഞങ്ങൾ ഈ മണ്ണിന്ന്. എന്റെ ഭൂമി മാറാവേ. ഭാവിയിൽ സോമരസം കൊണ്ട് ധന്യമാകാൻ പോകുന്ന പുണ്യഭൂമി നിനക്ക് വന്ദനം. നല്ല വളക്കൂറുള്ള മണ്ണ്. തുടങ്ങട്ടെ. കണ്ടല്ലോ, കോശിച്ചായന് സമ്മത ഞങ്ങൾ ഈ ചെയ്യുന്നതിന്.
ഇനി ഈ പൂജ തടയണമെന്നുണ്ടെങ്കിൽ ഒടയ തമ്പുരാൻ അങ്ങ് മാനത്തൂന്ന് ഇറങ്ങി വരണം. തിരുമേനി പൂജ തുടർന്നാട്ടെ. ഏതവനാ ഇനി തടയാൻ വരുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവനല്ല തടയുന്നത്, അവളാ. എന്താ ഇത്? എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. എഴുന്നേറ്റ് വീട്ടിൽ പോടെ അവിടുന്ന്. അത്ര കൈവിടി നീ. ഇവിടെ കുറ്റിയടിക്കാൻ വന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ബാലേന്ദ്ര, ആടി എരന്ന് വാങ്ങരുതെന്ന്. പക്ഷേ നിന്നെ പോലുള്ള ജന്മങ്ങൾ അത് കേക്കില്ല. അർഹിക്കുന്നത് ചോദിച്ചു വാങ്ങി അങ്ങ് കരുതിയാ മതി. മോളെ നീ ഇങ്ങോട്ട് വാ. മോളെ നീ ഇങ്ങ് വാ. അവളെ അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ? എന്റെ അനിയന്റെ തലയടിച്ച് പൊട്ടിച്ച നിന്നെ ഇവിടെ തന്നെ വെട്ടി മൂടോടി കുട്ടി പിശാചെ. നിങ്ങൾ വഴക്കടിക്കാതെ. രാജി ചേച്ചി, എനിക്ക് ചേച്ചി ചേച്ചി എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ലല്ലോ രാജേശ്വരി. ഒന്നും പറ്റില്ലെന്നോ? ഇനി രാജേശ്വരി ഒരടി ഇവിടുന്ന് ചലിക്കണമെന്നുണ്ടെങ്കിൽ 4 ശവങ്ങൾ വീഴണം. എന്നെ കുഴിയിൽ തള്ളിയിട്ട ഈ കള്ളം നീയൊക്കെ ആണാണെങ്കിൽ പോയി ചോദിക്കടാ. ഏറ്റു ചേച്ചി. എവിടെ ഇന്ന്? അയ്യോ ശാലിനി, മോളെ വേണ്ട. ശാലിനി അയ്യോ ഇങ്ങോട്ട് പോടാ. ആരായി കടയുടെ ഉടമസ്ഥ? ഞാനാ. പേര്? ശാരദ. ശാരദാമ്മയുടെ ഹോട്ടൽ കുടുംബശ്രീ അല്ലേ? അതെ. എന്താ മാഡം പ്രശ്നം? പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലേ പറ്റൂ. എന്താടി നിന്റെ പേര്? ശാലിനി. ശാലിനി. നിന്നെ കണ്ടാൽ ആ പേരിന് യോജിക്കുന്ന രൂപമല്ലല്ലോ. നീയാണല്ലേ ഇവിടുത്തെ ചട്ടമ്പി കല്യാണി? ഹലോ മാഡം. അല്ല ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അല്ല കുറെ നേരമായല്ലോ ആളുകളെ കിടന്ന് വരട്ടുന്നേ. അത് ചോദിക്കാൻ നീ ആരാണെന്ന് മനസ്സിലായില്ല. കണ്ടാൽ തന്നെ ഒരു ക്രിമിനൽ ലുക്കാണല്ലോടാ നിനക്ക്. നിങ്ങൾ ഈ കട നടത്തുന്നത് ക്രിമിനലുകൾക്ക് ഫുഡ് കൊടുക്കാനാണോ? എവിടെയാ നിന്റെ കൂട്ടുകാര്? ഇവനാണോ അതോ അയാളോ? മാഡം പ്ലീസ്, ഞങ്ങൾ ഇവിടെ അങ്ങനെയൊന്നും ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കും. അല്ലെങ്കിൽ പോയി ഒരു സ്ട്രോങ് ഫിൽട്ടർ കോഫി എടുത്തോണ്ട് വാ. കാണട്ടെ ഞാൻ ശാരദാമ്മയുടെ കൈപ്പുണ്യം എന്താണെന്ന്.
ഷെടാ, ഇനിയും മനസ്സിലായില്ലേ ശാരദാമ്മയ്ക്ക് ഞാൻ ആരാണെന്ന്? അയ്യോ, ശ്രീരഞ്ജിനി, കുറുപ്പ് സാറിന്റെ അനന്തരവള്. അതെ, ആരും അപ്സെറ്റ് ആവണ്ട. ഞാൻ ശാരദാമ്മയുടെ ഒരു ആരാധികയാ. അണ്ണാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എടാ, നിന്റെ കയ്യിലിരിക്കുന്ന പെട്രോൾ അത് നീ ഇങ്ങോട്ട് ഒഴിക്കുന്നു. ഞാനൊരു തീപ്പെട്ടിക്കൊള്ളി അങ്ങോട്ട് കത്തിച്ചിട്ടിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നു. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഏയ് ഇല്ല. എന്നാ വാ, സമയം കളയണ്ട. ഇവിടെ ഇന്ന് കത്തി തീരുന്നു ശാരദാമ്മയും അവരുടെ കുടുംബശ്രീയും. കാണാ, ആരാണത്? ആ, കിട്ടി കിട്ടി കിട്ടി. ന്യൂസ് വന്നിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയും കൊട്ടേഷൻ തലവനുമായ പാണ്ഡ്യൻ എന്നയാളെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇതിനിടയ്ക്ക് പത്രത്തിലും വന്നോ? ഒന്ന് ചുമ്മാതിരിയടാ, അങ്ങേര് വായിക്കട്ടെ. ഇയാളുടെ കൂട്ടാളിയായ ചേരൻ എന്ന ഗുണ്ടയെയും കാണാതായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മധുരയിൽ നിന്നോ തേനിയിൽ നിന്നോ ചെറിയൊരു കൊട്ടേഷന് വേണ്ടി കേരളത്തിലെത്തിയതായിരുന്നു ഇവർ. 4 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീടിന് മുന്നിലെ ഹോട്ടൽ രാത്രി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ട് വിരണ്ടോടിയതായാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. കേരളത്തിൽ നിന്ന് ഉടനടി ഫ്ലൈറ്റ് പിടിച്ചുപോയ ഇവർ പക്ഷെ ജന്മദേശമായ മധുരയിലോ തേനിയിലോ എത്തിയതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. ഇവർക്കായി ആമസോൺ മഴക്കാടുകളിലും അന്റാർട്ടിക്കയിലും ശക്തമായ അന്വേഷണം നടത്തുമെന്നാണ് DGP അഭിപ്രായപ്പെട്ടത്. വേണമെങ്കിൽ അന്വേഷണം ഇന്റർപോളിനെ ഏൽപ്പിക്കാനും ആലോചനയുണ്ടത്രേ. ഇതി വാർത്താഹ സൂയന്ത പ്രവാചക രാമാനന്ദ ശാസ്ത്രി യഹ. അളിയ, പരിഹാസം പൊളിച്ചു. ഏതായാലും സംഗതി വലിയ നാണക്കേടായി പോയെന്നുള്ളത് സത്യമാണ്. മുംബൈയിലും പൂനെയിലും ഒക്കെ ഫ്ലൈറ്റ് പിടിച്ചു പോയി പണി നടത്തുന്ന ആളാണെന്നും ഒരു പൂ പറിക്കുന്ന അത്ര എളുപ്പത്തിൽ ശാരദയെ മക്കളെ ഓടിക്കാന്നൊക്കെ വീമ്പിളക്കിയിട്ട് നാണം കെട്ട മനുഷ്യ. എടാ ബാല, അയാള് പറഞ്ഞ പൂ ചിലപ്പോ കുളത്തിന് നടുവിലായിരിക്കും. ഈ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മന് ചിലപ്പോ നീന്തൽ അറിയില്ലെങ്കിലോ? പണ്ടേതോ പഴഞ്ചൊല്ലു പറഞ്ഞതുപോലായി ആനയെ കെട്ടാനുള്ള തടിയുണ്ട്, പക്ഷെ കടുക് പൊതിയാനുള്ള ബുദ്ധിയില്ല. അത്ര തന്നെ. ബെസ്റ്റ്. ഇതാണ് ശാലിനി. സമയം പറഞ്ഞാതെ കീറ് കൃത്യായിരിക്കും. കളിയാക്കിയതല്ലോ? ഒരിക്കലും അല്ല.
രാത്രിയിൽ ആക്രമണത്തെ കുറിച്ചിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ താൻ ഉഴപ്പൂന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളല്ലേ. ഒറ്റയ്ക്ക് ചെയ്യണോന്നൊക്കെയുണ്ട്, പക്ഷെ നിയമം തെറ്റിക്കാൻ ഞാനില്ല. അതാ കംപ്ലൈന്റിനൊപ്പം സാക്ഷിയായിട്ട് ഇയാളും കൂടി വരാൻ പറഞ്ഞത്. വാ അകത്ത് കയറാം. ഏയ് കയറിയിട്ട് കാര്യമൊന്നുമില്ല. SI പുറത്തു പോയിരിക്കെ, കുറച്ചു കഴിയും. തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ശ്യാമയാണല്ലോ. ആ ശ്യാമേ. ഹലോ കുഞ്ഞേച്ചി. കുഞ്ഞേച്ചി എവിടെയാ? ഇതെവിടെ പോയതാ കുഞ്ഞേച്ചി? എന്താ എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? ഇവിടെ 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 4-5 പേര് വന്നിട്ട് നമ്മുടെ ഹോട്ടല് രാജി ചേച്ചി. ഏട്ടാ ഏട്ടന്റെ ഫോണിന് എന്ത് പറ്റി? ഓ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ബാറ്ററി ഡൗൺ ആയി പോയി. പവർ ബാങ്ക് എടുത്തില്ലായിരുന്നു. കാർ ചാർജറിൽ കുത്താനും തോന്നിയില്ല. എന്തു പറ്റി? നീ എന്നെ വിളിച്ചിരുന്നോ? ഞാനല്ല, ശാലിനി. ഏട്ടനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ശാലിനി വിളിച്ചത്. അവിടെ ഹോട്ടൽ ആകെ കുഴപ്പമായിരിക്കുക. ഹോട്ടലിൽ കുഴപ്പം? എന്തു കുഴപ്പം? കുറെ പേര് ചേർന്ന് കുടുംബശ്രീ ഹോട്ടൽ അടിച്ചു തകർത്തുന്നു. അടിച്ചു തകർത്തുന്നു? അതെ, വല്ലാത്ത അക്രമമായിരുന്നു. അവിടെ മുമ്പ് കണ്ട് പരിചയമില്ലാത്തവരായിരുന്നെന്നാണ് പറഞ്ഞത്. മൈ ഗോഡ്, എന്തായിരുന്നു കാരണം? ഏതോ ഫുഡിനെ പറ്റിയുള്ള ഒരാളുടെ തർക്കത്തിലാണത്രേ തുടങ്ങിയത്. പക്ഷെ അവരവിടെ കുറച്ചുപേരുണ്ടായിരുന്നു. ഗ്യാങ് ആയി അവരങ്ങ് കയറി അക്രമം തുടങ്ങി. ഒരു ജോലിക്കാരിയുടെ കൈക്കോ തലയ്ക്കോ ഒക്കെ അടിയും വെട്ടും കുത്തും ഏറ്റെന്നാ പറഞ്ഞത്. ശാലിനി അവിടെ ഇല്ലായിരുന്നോ? ശാലിനി പുറത്തെവിടെ പോയ സമയത്തായിരുന്നു സംഭവം. ഏട്ടന് പറ്റുമെങ്കിൽ അങ്ങോട്ടൊന്ന് ചെല്ലുവോ എന്ന് ചോദിച്ചു. ശരി, ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. രണ്ടാൾക്കും പായസം റെഡി. ഇതെന്താ രാജേശ്വരി, പായസമൊക്കെ? എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷം ഇല്ലാതെ പിന്നെ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ ബാലേന്ദ്ര? എന്നാ പിന്നെ ഇപ്പൊ അറിഞ്ഞോ? ശാരദയുടെ കുടുംബശ്രീ ഹോട്ടല് ചിലര് ചേർന്ന് അടിച്ചു തകർത്തു. അയ്യോ, പായസം കുടിക്കും. അയ്യോ പൊള്ളി. ആ, ചിലർക്ക് പൊള്ളിക്കാനാണല്ലോ ഈ വാർത്ത പറഞ്ഞത്. കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറയേച്ചി, എങ്ങനെയായിരുന്നു സംഭവം? ഓ, പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ. അവിടെ കുറെ ആൾക്കാര് ഭക്ഷണം കഴിക്കാൻ കേറിയപ്പോ സാമ്പാറിന്നൊരു പാറ്റയെ കിട്ടിയെന്ന്. അത് ചോദ്യം ചെയ്ത അയാളോട് ശാരദയും മക്കളും കേറിയങ്ങോ ഉടക്കി. കൂട്ടത്തില് 1-2 ലോക്കൽസും. എപ്പോഴും നാട്ടുകാര് കൂടെ ഉണ്ടാവുന്ന ധിക്കാരത്തിലായിരുന്നു ഉടക്കിയത്. പക്ഷേ വന്നവന്മാര് വേന്ദ്രന്മാരായിരുന്നു. അവന്മാര് വടിവാളും കഠാരയൊക്കെ എടുത്തങ്ങ് വീശി. ശാരദയുടെ കഴുത്തറ്റ് വീഴേണ്ടതാ. പക്ഷേ ആ അപലക്ഷണം പിടിച്ച ജോലിക്കാരി രാജി കേറി നടുവിൽ നിന്ന് കളഞ്ഞു. അപ്പൊ പിന്നെ അവളുടെ കൈക്കിട്ടാ പൂള് കിട്ടിയത്. പിന്നെ ഹോട്ടൽ അടിച്ചു തകർത്തിട്ട് അവരവരുടെ പാട്ടിനങ്ങ് പോയി. അത്ര തന്നെ. ആണോ? എന്റെ അമ്മയെ പൊളിച്ചു. ഓ, അവസാനം അത് നടന്നല്ലോ. സത്യം പറ രാജേശ്വരി, അതിനു പിന്നിൽ നീയല്ലേ കളിച്ചത്? എന്തൊരു വൃത്തികെട്ട മനുഷ്യനാ ഇങ്ങേരുന്ന് നോക്കി. കുടുംബശ്രീ ഹോട്ടലിൽ തകർന്നെങ്കി അതിന്റെ പിന്നില് ഞാനല്ലാതെ പിന്നെ ആരാ ഗോപാലേട്ടാ? നിങ്ങളെ കൊണ്ടും നിങ്ങളുടെ ഈ അളിയനെ കൊണ്ടും ചെയ്യാൻ പറ്റാത്തത് വേറെ ആമ്പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചു എന്ന് കരുതിയാ മതി. ഞാനല്ല, ആ പാണ്ഡ്യൻ തന്നെ. പാണ്ഡ്യനോ? അതെ, ആ പാണ്ഡ്യനും ചേരനും വന്ന് മടങ്ങിപ്പോയപ്പോ നിങ്ങൾക്കെന്നെ എന്തൊരു പരിഹാസമായിരുന്നു. വന്നവര് വാലും ചുരുട്ടി മടങ്ങിയെന്നും പറഞ്ഞ് എന്നെ അപമാനിക്കാൻ നോക്കി. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, വാലും ചുരുട്ടി മടങ്ങിയതല്ല, പാണ്ഡ്യൻ വാളെടുത്ത് മടങ്ങി വരുമെന്ന്. അവർ തന്നെ ആണോ ചേച്ചി ഇത് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ വിഷ്ണു അറിയില്ലേ നമ്മളാണ് ഇതിന് പിന്നിലെന്ന്? ഏയ്, അവരല്ലടാ. അവര് സബ് കോൺട്രാക്ട് കൊടുത്തു വേറൊരു ടീമിന്. നമുക്ക് കാര്യം നടന്നാ പോരെ, അതങ്ങ് നടന്നു, അത്ര തന്നെ. അപ്പൊ ശാലിനി ഇല്ലായിരുന്നു ഹോട്ടലില്? ആ അഹങ്കാരി അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കി ആ വെട്ട അവക്ക് കിട്ടേണ്ട അവാർഡാ. ഒരു ചാൻസ് മിസ്സായി. അല്ല, ചേച്ചി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞത്? അവന്മാര് ഫോൺ വിളിച്ചു പറഞ്ഞതാണ്. ആണെങ്കിൽ അവന്മാരെങ്ങാനും പിടിയിലായ ഫോൺ കോൾ ട്രേസ് ചെയ്ത് പോലീസിങ് എത്തുവേ. പറഞ്ഞില്ലെന്ന് വേണ്ട. എവിടുന്ന്? അവരൊക്കെ എത്തേണ്ടടുത്ത് സേഫായിട്ട് എത്തിയില്ലേ?
പിന്നെ എന്നെ വിളിച്ചത് അവരാരുമല്ല, സാക്ഷാൽ പാണ്ഡ്യൻ തന്നെ. പാണ്ഡ്യനെ തൊട്ട പൊള്ളും പോലീസിന്, തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും.